ഇന്നൊരു പാവയ്ക്ക അച്ചാറാണ് ഇന്നത്തെ റെസിപ്പി. ഈ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത് പാവയ്ക്ക ഉപ്പിലിട്ടത് വെച്ചിട്ടാണ്. പാവയ്ക്ക ഉപ്പിലിട്ട വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ പാവയ്ക്കയ്ക്ക് ഒട്ടും തന്നെ കയ്പ്പ് കാണുകയില്ല. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ എടുക്കുക. അതിലേക്ക് കടുകും ജീരകവും ആഡ് ചെയ്യുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് ആഡ് ചെയ്യുക. പച്ചമുളകും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പാവയ്ക്കയിൽ പച്ചമുളക് ഇട്ടുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യുക. കായപ്പൊടി ആഡ് ചെയ്യുക. കായം കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം. ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഉലുവപ്പൊടി ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുക. വിനീഗർ ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഉപ്പിലിട്ട പാവയ്ക്ക അതിലേക്ക് ആഡ് ചെയ്യുക. ഉപ്പിലിട്ട് വെച്ച് ആ വെള്ളവും കൂടി കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ഒരു അച്ചാറാണ് ഇത്. പാവയ്ക്ക കഴിക്കാത്ത ആൾക്കാരും കഴിക്കുന്ന ഒരു അച്ചാറാണിത്. അധികം കയ്പൊന്നും തോന്നുകയില്ല. പുളിയൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. അത് വേണമെങ്കിൽ മാത്രം മതി. ഓക്കേ. Opens a world through an ancient